യുക്തി സഹമേത് ഇസ്ലാമോ സ്വതന്ത്ര ചിന്തയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഫിലോസഫി എന്ന് പറയുന്നത് എന്താ സംഗതി? വാദിച്ചും ഊഹിച്ചും ഒക്കെ ഓരോ കാര്യങ്ങൾ പേപ്പറിൽ തെളിയിക്കുക, അത് ഒരു തരം സ്വപ്ന സഞ്ചാരമാണ്. അതിനും യാതൊരു പ്രസക്തിയില്ല. ഞാൻ ഈ ഡിബേറ്റിൽ ഒട്ടും എന്റർടൈൻ ചെയ്യുന്നില്ല ഫിലോസഫിക്കലായിട്ടുള്ള യാതൊരു ആർഗ്യുമെന്റും. ഫിലോസഫി എന്നത് സംക്ഷിപ്തമായി പറഞ്ഞാൽ ജ്ഞാനത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ലോകം, ജീവിതം, മനുഷ്യൻ, നന്മ, തിന്മ, സത്യം, അസത്യം തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്ന ഒരു ശാസ്ത്രശാഖയാണിത്. ഫിലോസഫി എന്തുകൊണ്ടാണ് പ്രധാനം? ആഴത്തിലുള്ള ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഫിലോസഫി നമ്മൾ തന്നെ, ലോകം, നമ്മുടെ സ്ഥാനം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. വിമർശനാത്മക ചിന്ത വളർത്തുന്നു. ഫിലോസഫി നമ്മളെ വിവരങ്ങൾ വിശകലനം ചെയ്യാനും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പരിഗണിക്കാനും സഹായിക്കുന്നു. പ്രശ്നപരിഹാര കഴിവുകൾ മെച്ചപ്പെടുത്തുന്നു. ഫിലോസഫിക്കൽ ചിന്ത നമ്മളെ സങ്കീർണ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ അവബോധം വർദ്ധിപ്പിക്കുന്നു. ഫിലോസഫി നമ്മളെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുകയും നമ്മുടെ മൂല്യങ്ങളെയും തീരുമാനങ്ങളെയും രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫിലോസഫിയുടെ പ്രധാന ശാഖകൾ: മെറ്റാഫിസിക്സ്, യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം; എപ്പിസ്റ്റമോളജി, അറിവിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം; ലോജിക്, തർക്കത്തിന്റെയും തെളിവുകളുടെയും പഠനം; എത്തിക്സ്, നന്മയും തിന്മയും സദാചാരവും അസദാചാരവും എന്നിവയെക്കുറിച്ചുള്ള പഠനം; പൊളിറ്റിക്കൽ ഫിലോസഫി, രാഷ്ട്രീയം, സർക്കാർ, നീതി എന്നിവയെക്കുറിച്ചുള്ള പഠനം. ഫിലോസഫി ഒരു വളരെ വിശാലമായ വിഷയമാണ്. ഇവിടെ പറഞ്ഞത് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. യുക്തിചിന്തയും ഫിലോസഫിയും തമ്മിൽ വേർപെടുത്താനാവാത്ത ബന്ധമാണുള്ളത്. ഫിലോസഫിയുടെ അടിസ്ഥാനം തന്നെ യുക്തിചിന്തയാണ്. എന്തുകൊണ്ട്? യുക്തിചിന്തയാണ് ഫിലോസഫിയുടെ ഉപകരണം. ഫിലോസഫർമാർ ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുകയും അവയ്ക്ക് ഉത്തരം തേടുകയും ചെയ്യുന്നു. ഈ അന്വേഷണത്തിൽ യുക്തിസഹമായ ചിന്താഗതിയാണ് അവർ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങൾ: ഫിലോസഫർമാർ തങ്ങളുടെ വാദങ്ങൾക്ക് തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഈ തെളിവുകൾ കണ്ടെത്തുന്നതിനും അവ മനസ്സിലാക്കുന്നതിനും യുക്തിചിന്ത അനിവാര്യമാണ്. വിമർശനാത്മക ചിന്ത: ഫിലോസഫി നമ്മളെ നിലവിലുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും പുതിയ ആശയങ്ങൾക്ക് തുറന്ന മനസ്സോടെയായിരിക്കാനും പ്രേരിപ്പിക്കുന്നു. ഇതിന് യുക്തിസഹമായ വിമർശനാത്മക ചിന്ത ആവശ്യമാണ്. യുക്തിചിന്ത ഫിലോസഫിയെ എങ്ങനെ സഹായിക്കുന്നു? തെറ്റായ വാദങ്ങൾ തിരിച്ചറിയാൻ. യുക്തിചിന്തയിലൂടെ നമുക്ക് തെറ്റായ വാദങ്ങളെ തിരിച്ചറിയാനും അവയെ വിലയിരുത്താനും കഴിയും. വ്യക്തമായ ചിന്ത: യുക്തിചിന്ത നമ്മുടെ ചിന്തകളെ കൂടുതൽ വ്യക്തവും കൃത്യവുമാക്കുന്നു. പ്രശ്നപരിഹാരം: യുക്തിചിന്ത നമ്മളെ സങ്കീർണ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ഉദാഹരണം: എല്ലാ മനുഷ്യരും മരിക്കും. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസ് മരിക്കും. ഇത് ഒരു യുക്തിസഹമായ വാദമാണ്. ഇവിടെ നാം ഒരു പൊതുവായ സത്യത്തിൽ നിന്ന് ഒരു പ്രത്യേക നിഗമനത്തിലെത്തുന്നു. സംഗ്രഹം: യുക്തിചിന്തയും ഫിലോസഫിയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. ഫിലോസഫി യുക്തിചിന്തയെ ഉപയോഗിച്ച് ലോകത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അവയ്ക്ക് ഉത്തരം തേടുകയും ചെയ്യുന്നു. ഫിലോസഫി എന്ന് പറയുന്നത് എന്താ സംഗതി? വാദിച്ചും ഊഹിച്ചും ഒക്കെ ഓരോ കാര്യങ്ങൾ പേപ്പറിൽ തെളിയിക്കുക, അത് ഒരു തരം സ്വപ്ന സഞ്ചാരമാണ്. അതിനും യാതൊരു പ്രസക്തിയില്ല. ഞാൻ ഈ ഡിബേറ്റിൽ ഒട്ടും എന്റർടൈൻ ചെയ്യുന്നില്ല ഫിലോസഫിക്കലായിട്ടുള്ള യാതൊരു ആർഗ്യുമെന്റും. പിന്നെ യുക്തിസഹമേത് എന്നൊരു ടൈറ്റിലിൽ ഫിലോസഫി പറയരുത് എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയാ? അതൊരു ഡോഗ്മയല്ലേ? എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്?